പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. വിശാലാക്ഷി എന്ന സുന്ദരിയായ ഭാര്യയിൽ നിന്നും ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാകാതെ മനസ്സ് പിടയുന്ന സമയത്താണ് ശ്രീമോയി കുറുപ്പിൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്. ചുവന്നു തുടുത്ത ആപ്പിൾ കണക്കെയുള്ള ചൈനീസ് സുന്ദരി കുറുപ്പിൻ്റെ കൂട്ടുകാരിയായി. ബിസിനസ്സും ജീവിതവും പങ്കുവച്ചു. മടിയോടെ ആണെങ്കിലും ശ്രീമോയി പറഞ്ഞ വഴികളിലൂടെ, അധമമായ വഴികളിലൂടെ കുറുപ്പും സഞ്ചരിച്ചു. ഇപ്പോൾ ഇങ്ങേ അറ്റത്ത് ഭൂതവും ഭാവിയും വർത്തമാനവും തമ്മിൽ ഇഴപിരിക്കാൻ പോലും വയ്യാത്ത മാനസിക നിലയുള്ള സമയത്ത് കുറുപ്പ് കുണ്ഠിതപ്പെടുന്നുണ്ട്. വിശാലാക്ഷി അമ്മ വിരക്തിയിലൂടെ നേടിയെടുത്ത സമാധാനം തനിക്ക് വിധിച്ചിട്ടില്ലല്ലോ എന്നോർത്ത്. വായിക്കാം സുഹൃത്തുക്കളെ. 3-ാം ഖണ്ഡം 4-ാം ഭാഗം 2-ാം അധ്യായം. മെലിഞ്ഞ കാലുകൾ കിടക്കയിൽ നീട്ടിവെച്ച് കുന്നുകൂട്ടിയ തലയിണകളിൽ മുതുകുചാരി എതിരെയുള്ള ജനാലയിലൂടെ പുറത്തേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു വേലുണ്ണിക്കുറുപ്പ്. കൃഷ്ണനുണ്ണി മുന്നിലിരിപ്പുണ്ട്. പറഞ്ഞതിനൊന്നും ശരിയായ മറുപടി കൊടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് ശ്രീധരനോട് സംസാരിച്ച ശേഷം ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും പഴയ തീരുമാനത്തിലേക്ക് മടങ്ങിപ്പോകാനാണ് തോന്നുന്നത്. അവകാശം പറഞ്ഞു വരികയല്ലേ, എന്നാൽ അതൊന്ന് മേടിക്കുന്ന കാണാമല്ലോ. ഒറ്റ കാശ് കൊടുക്കരുത്, മുഴുവൻ കുട്ടികൾക്കിരിക്കട്ടെ, ഭദ്രയ്ക്കും രാജിക്കും, പിന്നെ ശ്രീധരനും സുഖുവിനും. എഴുതാൻ ഏൽപ്പിച്ച ഓസ്യത്തിൽ ഒരു മാറ്റവും വരുത്തേണ്ട, അങ്ങനെ തന്നെ പോട്ടെ. അല്ലെങ്കിൽ എന്തിനാ ഓസ്യത്ത്? ഇപ്പോൾ തന്നെ എല്ലാം അങ്ങോട്ട് ഇഷ്ടദാനമായി എഴുതി കൊടുത്തു കളയാം. ആരാ എന്താ പറയുക എന്നൊന്ന് കാണാമല്ലോ. അവകാശം പറഞ്ഞു വരുന്നവർ പോയി തോട് തേവട്ടെ. അവകാശം ചിരിയാണ് വരുന്നത്. എന്തവകാശം? ന്യായമായത് എല്ലാവർക്കും കിട്ടണം പോലും. കേട്ടാൽ തോന്നും തറവാട്ട് സ്വത്താണെന്ന്. എങ്ങനെ ചിരിക്കാതിരിക്കും? വേലുണ്ണി എല്ലുമുറിയെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഓരോ കാശും. അവരുടെ മുതുമുത്തപ്പന്മാർ സമ്പാദിച്ചു വെച്ചതൊന്നുമല്ല. ഉരഞ്ഞ കാശ് കൊടുക്കരുത്. എന്തിനു കൊടുക്കണം? കൊടുക്കണമെന്ന് പറയുന്നു ശ്രീധരൻ. ഉണ്ണിയും ജനാലയ്ക്കിൽ നിന്ന് കണ്ണു പിൻവലിച്ച് ഉണ്ണിയെ നോക്കി. കസേരയിൽ ആലോചനാമഗ്നായി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു നിഴലേ കാണാനുള്ളൂ. പകൽക്കാഴ്ച കുറെ കൂടി വ്യക്തമാണ്. എന്താണാവോ ഉണ്ണിയുടെ മനസ്സിലുള്ളത്? ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. മിസ്റ്റർ കുറുപ്പ് ആലോചിച്ച് തീരുമാനിക്കൂ എന്നാണ് നിലപാട്. ആലോചിക്കായികയല്ല, ആലോചിച്ചാൽ ഓരോ മനോരാജ്യത്തിൽ പോയി വീഴും. പണ്ടാണെങ്കിൽ കടലാസും പേനയും എടുത്ത് എഴുതാം, എന്നിട്ട് ഓരോന്നായി വെട്ടിക്കളഞ്ഞ് ഒടുവിലൊരു തീരുമാനത്തിലെത്താം. മക്കീവൻ സാഹിബിനെ പോലെ. സാഹിബ് പറയും, മിസ്റ്റർ കുറുപ്പ്, താങ്കളുടെ കൈയക്ഷരം വളരെ ഭംഗിയുള്ളതാണ്. ആയിരുന്നു. വലത്തോട്ട് ചാഞ്ഞ് നല്ല വടിവിൽ അന്തസ്സുള്ള ഒപ്പും. ഇപ്പോൾ കൈ വിറച്ചിട്ട് എഴുതാൻ വയ്യ. ഒപ്പിടാൻ നന്നേ പ്രയാസം. ഒപ്പിടേണ്ട കാര്യമില്ലെന്നും വയ്ക്കാം, വല്ലപ്പോഴും ഒരിക്കലല്ലാതെ. ഇനി ഒന്നിച്ചൊരൊപ്പിട്ട് കളയാം. പിന്നെ അല്ലലില്ലല്ലോ. എന്താ മിസ്റ്റർ കുറുപ്പൊന്നും പറയാത്തത്? ഞാൻ വേറൊന്ന് ആലോചിക്കുകയായിരുന്നു. എന്താത്? വേറൊന്ന്? അത് പോട്ടെ. മറ്റേത് എപ്പോഴേക്ക് ശരിയാവും? ഞാൻ കാലത്ത് പറഞ്ഞില്ലേ, 2 ദിവസത്തിനകം. പറഞ്ഞോ? എനിക്ക് ഓർമ്മയില്ല. കാലത്ത് രാജിയെ പിക്കപ്പ് ചെയ്യാമെന്നപ്പോൾ പറഞ്ഞുല്ലോ. പ്രോപ്പർട്ടീസിൻ്റെ ലിസ്റ്റ് ശരിയായി കിട്ടാൻ ഇത്തിരി താമസിച്ചു, അതുകൊണ്ടാണ് വൈകിയത്. വൈകിട്ടൊന്നുമില്ല, ചോദിച്ചു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഞാൻ ഉടനെ തന്നെ മുഴുമിക്കണോ? ചേഞ്ചസ് വല്ലതും? ഉണ്ണിയെ തുറച്ചു നോക്കി. പുതിയ അവകാശവാദത്തിൻ്റെ പേരിൽ മാറ്റങ്ങൾ വരുത്തണോ എന്നാണ് ചോദിക്കണത്. അവകാശവാദത്തിൻ്റെ പേരിൽ ഒന്നും കൊടുക്കണ്ട. പിന്നെ ശ്രീധരനും ഉണ്ണിയും പറഞ്ഞതുപോലെ സന്മനസ് കരുതി അപ്പോഴേക്കുമാണ് ഓരോ ഡിമാൻഡ്. ഇപ്പോൾ ഒന്നും പറയണമെന്നില്ല, ആലോചിച്ചിട്ട് മതി. നേരെ ശരിയായില്ലേ? ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ കുറുപ്പിന് ഉറങ്ങാറുമായിട്ടുണ്ടാവും. 1 മിനിറ്റും കൂടി ഇരിക്കൂ. ശരി. ഉണ്ണിയുടെ തലയ്ക്ക് മീതെ ചുവരിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ചുമരിൽ ആലിലകൃഷ്ണൻ്റെ പടം ചില്ലിട്ട് തൂക്കിയിട്ടുണ്ട്. ആലിലെ കാൽവിരലുണ്ട് രസിച്ചു കിടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ. കണ്ടുകൂടാ, എങ്കിലും കണ്ണിൽ കാണാനുണ്ട്. സർവജ്ഞാനത്തിനും വിഷയമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സച്ചിദാനന്ദ സ്വരൂപൻ രാവിലെ കണി കാണാൻ വേണ്ടി ഭദ്ര കൊണ്ടുവന്ന് തൂക്കിയതാണ്. പക്ഷേ കണി കാണുന്നത് അവളുടെ മുഖമാണ്. എന്നാലേ സുഖമാവൂ. ആ മുഖത്ത് അല്പം പ്രസാദം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അതും നശിപ്പിച്ചു കളഞ്ഞത് താനാണ്. അവളെ നിത്യ ദുഃഖത്തിലാഴ്ത്തി. എന്നിട്ട് എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യുക എന്നറിഞ്ഞിട്ടൂടാ. എന്ത് ചെയ്തിട്ടെന്താ? അവളുടെ ദുഃഖം മാറുമോ? നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുമോ?
സ്വത്തും പണവും കൊണ്ട് നികത്താവുന്നതാണോ അവളുടെ ജീവിതത്തിൻ്റെ വിടവ്? എന്താ ഇരിക്കാൻ പറഞ്ഞത്? പറയാം, ഒരു മിനിറ്റ്. ശരി, പറയാം. എന്ത് പറയാനാ ഉണ്ണിയോട് ഇരിക്കാൻ പറഞ്ഞത്? ഒന്നും പറയാനല്ല, ആളടുത്തിരിക്കുമ്പോൾ ഒരു സമാധാനം, ധൈര്യം, ഒസ്യത്ത് വേണോ അതോ ഇഷ്ടദാനം? ഞാൻ വേറൊന്ന് ആലോചിക്കുകയായിരുന്നു. അതെന്താ? വില്ല് വേണ്ടാന്ന് വെച്ചാലോ? എന്നിട്ട് എല്ലാം കൂടി എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടദാനം എഴുതി വെച്ചാലോ എന്ന് ആലോചിക്കുക. ഇപ്പം തന്നെ അങ്ങോട്ട് കൊടുത്തു കളയാം, പിന്നീട് വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ണി മറുപടി പറഞ്ഞില്ല. എന്താ ഉണ്ണിയുടെ അഭിപ്രായം? നല്ല ആലോചനയാണ്. ഏതാണ്ട് അത് തന്നെയാണല്ലോ സരസ്വതി അമ്മയെ ആവശ്യപ്പെടുന്നത്. ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പോഴേ അങ്ങോട്ട് പിരിച്ചു വെച്ചു കൊടുക്കുക. നല്ല ഐഡിയ ആണ്. സരസ്വതിയുടെ കാര്യമല്ല പറഞ്ഞത്, എൻ്റെ കുട്ടികളുടെ എന്ന് വെച്ചാൽ ഭദ്ര, ശ്രീധരൻ, രാജി, സുഗു, അതാ ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടെന്നാണോ തീരുമാനിച്ചത്? അതെ. ഉണ്ണി ഒന്നും പറഞ്ഞില്ല, മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ണട ഉണ്ടായിരുന്നുവെങ്കിൽ മുഖഭാവം തിരിച്ചറിയാമായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടാവില്ല, എല്ലാവർക്കും കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണല്ലോ. എന്താ ഉണ്ണിക്ക് തോന്നണത്? അതൊക്കെ മിസ്റ്റർ കുറുപ്പിൻ്റെ ഇഷ്ടമാണല്ലോ. എന്ന് വെച്ചാൽ ഉണ്ണിക്ക് അത്രയെന്നെ ബോധ്യമായില്ല എന്ന് അല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഏതായാലും ഇതൊക്കെ പിന്നെ ആലോചിക്കാമെന്നാണ് എനിക്ക് തോന്നണത്. ഇനി ഞാൻ പോട്ടെ. ഒരു മിനിറ്റും കൂടി. ശരി, ഉണ്ണി ചിരിച്ചു. മിസ്റ്റർ കുറുപ്പിൻ്റെ ഒരു മിനിറ്റ് അവസാനിക്കലില്ലല്ലോ. ബുദ്ധിമുട്ടായോ? ഇല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവറ്റോൾക്കൊന്നും കൊടുക്കണ്ട, പക്ഷേ നിങ്ങളൊക്കെ പറയുന്നു കൊടുക്കണമെന്ന്. ശരി, കൊടുക്കാം. പക്ഷേ ഇപ്പം അങ്ങോട്ട് കൊടുക്കൊന്നുമില്ല. സകലവും തർപ്പണം വെക്കും, പുളിശ്ശേരി വെക്കും. അത് വേണ്ട. എന്താ, ശരിയല്ലേ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വില്ലില് ഇത്തിരി മാറ്റം വരുത്താം. വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. എന്താ മാറ്റം വരുത്തേണ്ടത്? കുട്ടികൾക്ക് കൊടുക്കണ പോലെ ഒരു പങ്ക് രാവുണ്ണിക്കും കൊടുക്കാം. എൻ്റെ കാലശേഷം അവനത് ആർക്കാന്ന് വെച്ചാൽ പങ്കുവെച്ച് കൊടുത്തോട്ടെ. എന്താ ഉണ്ണിയുടെ അഭിപ്രായം? അതൊരു വഴിയാണ്. എന്താ ഒരു സംശയം പോലെ പറയണത്? അതുകൊണ്ട് പ്രശ്നം തീരുമെന്നാണ് സംശയം. എന്ത് പ്രശ്നം? പെട്ടെന്ന് ദേഷ്യം ഒന്ന് ഒച്ചയുയർത്തി. എന്താ പ്രശ്നം? ഇത് ഞാനുണ്ടാക്കിയ സ്വത്തല്ലേ. ഈ സ്വത്തിൽ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ഉണ്ണി ലോയറല്ലേ, പറയൂ. അതില്ല. പിന്നെ എന്ത് തെമ്മാടിത്താ ഈ പറയണത്? അവറ്റോള് എന്ത് നുണത്താ? വേലുണ്ണിക്കുറുപ്പ് വെട്ടിയാന്നാണ് അവർ വിചാരിച്ചത്. ഒരഞ്ഞ കാശ് കൊടുക്കില്ല. മിസ്റ്റർ കുറുപ്പ് ശോഭിക്കുന്നത് നല്ലതല്ല, പിന്നീട് ശ്വാസം മുട്ടും. വേണ്ട, ഇപ്പം ഒന്നും സംസാരിക്കണ്ട. ദുരവണ്ടികൾ, ചെറ്റകൾ, ആ സരസ്വതി ഉണ്ടല്ലോ, ഏഠ്യയിലേക്കും വെച്ച് ഏഠ്യാണ്. രാവുണ്ണിക്ക് ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ വിഡ്ഢിത്തം. അവളെ കല്യാണം കഴിച്ചതാണ്, അവളും അവളുടെ ആങ്ങളെയും. മതി. ഉണ്ണി എഴുന്നേറ്റ് തോളത്ത് കൈവച്ചു. മതി, ഇനി ഒന്നും പറയണ്ട. ഇപ്പോഴേ ശ്വാസം മുട്ടിത്തുടങ്ങി. മതി, ചാരി കിടക്കൂ. അവറ്റ് രണ്ടും കൂടി രണ്ടിനെയും ഞാൻ നിർത്തിപ്പൊരിക്കണം. അതാ വേണ്ടത്. പ്ലീസ് മിസ്റ്റർ കുറുപ്പ്, ഇനി സംസാരിക്കരുത്. റെസ്റ്റ് എടുക്കൂ. ഗുരുവായൂരപ്പനാണ് സത്യം. ഞാൻ ശ്വാസം മുട്ടലുകൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. നെഞ്ഞത്ത് കൈവച്ചു. എന്തൊക്കെയോ പറയണം എന്നുണ്ട്. കലി കാലിൽ കൂടി കയറുന്നു. പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ. ഈശ്വര. കിടക്കൂ. ഉണ്ണി താങ്ങിപ്പിടിച്ച് തലയിണകൾ ശരിക്കു വെച്ച് മലർത്തി കിടത്തി. ഒന്നും ആലോചിക്കാതെ അനങ്ങാതെ കിടക്കൂ. അവറ്റകളെ ഞാൻ വർത്തമാനം പറയാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ ഞാൻ പോവാണ്. ഉണ്ണി ഭീഷണിപ്പെടുത്തുന്ന പോലെ പറഞ്ഞു. ഒരാഴ്ച ഇങ്ങോട്ട് വരൂല്ല. ഇല്ല, ഞാൻ മിണ്ടണില്ല. കിതയ്ക്കുന്നു. ഇരിക്കൂ എന്നാംഗ്യം കാട്ടി. ഇത്തിരി നേരം ഇരിക്കാം, പക്ഷെ മിണ്ടരുത്. ഉണ്ണി പുഞ്ചിരി തൂകി. മലർന്നെങ്ങനെ കിടക്കൂ. ശ്വാസം കഴിക്കാൻ എളുപ്പമുണ്ടാവും. ശരി എന്ന് പതുക്കെ തലയാട്ടി. മിണ്ടണം എന്നുണ്ടെങ്കിൽ തന്നെ വയ്യ. വല്ലാത്ത തളർച്ച. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കൊലച്ചതിയുടെ കഥ മുതലിക്കിങ്ങോട്ട്. പക്ഷെ ഒന്നിനും വയ്യ. വിയർക്കണത് പോലെ തോന്നുന്നു. പിന്നീടാവട്ടെ. ദീർഘമായി ശ്വാസം വലിച്ച് കണ്ണു പതുക്കെ അടച്ചു. കൈ നീട്ടി ഉണ്ണിയോട് പോകരുതെന്ന് ആംഗ്യം കാണിച്ചു. ക്ഷീണമൊന്ന് തീർന്നാൽ ബാക്കിയുള്ളതുകൂടി പറയണം. തല ഊർന്നു വീഴാൻ പോവുകയാണെന്ന് തോന്നി. ഞെട്ടി കണ്ണു തുറന്നു. മയങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഉണ്ണി.
ഉണ്ണിയുടെ നേരെ കണ്ണയച്ചു. ഉണ്ണിയില്ല. കസേരയുമില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ലേ? ഉണ്ടായിരുന്നു. എപ്പോഴാണവോ എഴുന്നേറ്റു പോയത്? എത്ര നേരം മയങ്ങി? സമയം എന്തായി? ഒരു പിടിയുമില്ല. ചെവി പാർത്തു. ഒച്ചയും അനക്കവുമുണ്ട്. വായ മരവിച്ചിരിക്കുന്നു. 2-3 വട്ടം അടച്ചു തുറന്നു. നാക്ക് വായയുടെ ഉള്ളിലാകെ നടത്തി. വരണ്ട ചുണ്ടുകൾ നക്കി. ഇടത്തെ കൈ തരിച്ചിരിക്കുന്നു. പ്രയാസപ്പെട്ട് കഴുത്തിനടിയിൽ നിന്ന് ഊരിയെടുത്ത് മാറത്തു വെച്ചു. ഒരു കാൽ അല്പമൊന്ന് മടക്കി കിടപ്പ് സുഖമാക്കി. തല ഒരു വശത്തേക്ക് വെച്ച് ചുമരിൽ കണ്ണുന്നിട്ട് അനങ്ങാതെ കിടന്നു. ഉണ്ണി ഉണ്ടായിരുന്നു. എന്തൊക്കെയോ സംസാരിച്ചു. വ്യക്തമായി ഓർമ്മയില്ല. പണ്ടെന്നോ സംഭവിച്ചതുപോലെ തോന്നുന്നു. മയക്കം മുഴുവനങ്ങോട്ട് തെളിഞ്ഞിട്ടില്ലേ? ഭദ്ര എവിടെ? പാലും മരുന്നും കഴിച്ചില്ലല്ലോ. ഇല്ല, കഴിച്ചില്ല. നേരമായില്ലേ? വെത്താരണയിൽ നിന്ന് ഞാന്ന് കിടക്കുന്ന കാൾബെല്ലിൻ്റെ സ്വിച്ചിൽ കൈവച്ചു. തള്ളവിരൽ ഉയർത്തിയെങ്കിലും സ്വിച്ച് അമർത്തിയില്ല. വരട്ടെ, അവൾ ഊണ് കഴിക്കുകയോ മറ്റോ ആണെങ്കിൽ സ്വൈര്യം കെടുത്തണ്ട. അല്ലെങ്കിലേ അവൾക്കൊരു സ്വൈരവും കൊടുക്കാറില്ല. പാപം, എത്രയാണ് അവളെ ഉപദ്രവിക്കണത്. ഇങ്ങനെ പാകം നോക്കാൻ ഒരു മോളെ ആർക്കും കിട്ടില്ല. അതിനാണെങ്കിലോ എന്നും ദുഃഖവും. രാജിമോളുടെ കാര്യമാണ് ഇപ്പോൾ. അവളെ നല്ല ഒരാളെ നോക്കി ഏൽപ്പിക്കണം. പെണ്ണിന് ഇന്ന് കാലത്തൊരു തെളിച്ചം കണ്ടു. പിക്നിക്കിന് പോകുമ്പോൾ നല്ല ഉഷാറായിരുന്നു. ഒക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എവിടെ പെണ്ണ്? വൈകുന്നേരം കണ്ടില്ല. പിക്നിക്കിൻ്റെ വർത്തമാനം ചോദിക്കണം. എന്നും വൈകുന്നേരം അടുത്ത് വന്നിരുന്ന് അതും ഇതുമൊക്കെ പറയാറുണ്ട്. ഉണ്ണിയും ശ്രീധരനും ഉണ്ടായിരുന്നത് വരാത്തതാവും. ശ്രീധരൻ പോയോ ആവോ? പോയിട്ടുണ്ടാവില്ല. പറയാതെ പോവില്ല. ഗുരുത്വമുള്ളവനാണ്. എന്ത് സ്വഭാവം. അപ്പുനായരുടെ സൽസ്വഭാവം ഒക്കെ കിട്ടിയിട്ടുണ്ട്. വിശാലാക്ഷിയുടെ ശാന്തപ്രകൃതിയും. ഒരപാകതയില്ല. എടുത്തുചാട്ടമില്ല. നല്ല പിടിപ്പും മിടുക്കുണ്ട്. നേരും നെറിയും വിട്ട് നടക്കൂല്ല. ഇക്കാലത്ത് ആരെയാ ഇങ്ങനെ കാണാ? ബിസിനസ്സിൽ പോലും ഒരു കളവും ചതിയും കാണിക്കില്ല. എന്നിട്ടും അഭിവൃദ്ധിക്ക് ഒരു കുറവുമില്ല. അതൊരത്ഭുതമാണ്. നേരും നെറിയും നോക്കി ബിസിനസ് നടത്തിയിട്ട് ആരെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? താൻ തന്നെ എന്തെല്ലാം കടുങ്കൈ ചെയ്തിരിക്കുന്നു. ഇപ്പോഴാലോചിക്കുമ്പോൾ നടുങ്ങുന്നു. ഹരിചന്ദ്രനൊന്നും ആയിരുന്നില്ലെങ്കിലും നേർവഴി വിട്ട് വളരെ വളയാൻ മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ശ്രീമോയി പറഞ്ഞു, ബിസിനസ് ആവുമ്പോൾ ഇങ്ങനെ ചില മറികളൊക്കെ വേണ്ടിവരും. എന്നാലും കള്ളക്കടത്ത്. അവൾ മുത്തുപൊഴിയുന്നത് പോലെ ചിരിക്കുന്നു. വെളുത്തു കൊഴുത്തു സുന്ദരിയായ ശ്രീമോയി നനുത്ത പിരികമൊടിച്ച് കഴുത്തിത്തിരി ചെരിച്ച് പുളുങ്കുരു ഏറ്റുന്നത് പോലെയുള്ള നോട്ടം. സോ വാട്ട്? മലയിലുള്ള ബിസിനസ്സുകാരെയൊക്കെ പണമുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് വിചാരിച്ചത്? സത്യസന്ധമായി വ്യാപാരം ചെയ്തിട്ടാണെന്നാണോ? പക്ഷേ ഒരു പക്ഷേമില്ല. പരിഭ്രമിക്കേണ്ട, ഞാനുണ്ട്. എനിക്ക് ഭയമുണ്ട്. പിടിച്ചാലോ? അതിനെപ്പറ്റിയൊന്നും വിചാരപ്പെടേണ്ട. ശ്രീമോയ്ക്ക് വിട്ടുതരൂ. എനിക്ക് ധാരാളം പിടിവള്ളികളുണ്ട്. വിശ്വസിക്കാവുന്ന ഒരാളുടെ പിന്തുണയേ വേണ്ടൂ. ഇത് വേണോ? ഇല്ലാതെ തന്നെ. ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നെ നല്ല വിശ്വാസമുണ്ടെങ്കിൽ മതി. വിശ്വാസമില്ലായികയല്ല. എന്നാൽ പിന്നെന്താ? ബാക്കിയൊക്കെ എനിക്ക് വിട്ടുതരൂ. ചിരിച്ച മുഖം. എന്നെ വിശ്വസിക്കോ? കാശിൻ്റെ ഉദ്യോഗം വലിച്ചെറിയൂ. പണമുണ്ടാക്കാനാണെങ്കിൽ ബിസിനസ് ചെയ്യണം. ഭാഗ്യക്കുറി കിട്ടുന്നത് വരെ കാത്തിരിക്കാനാണോ ഭാവം? ബിസിനസ് എന്ന് പറഞ്ഞാൽ പല മറികളുണ്ട്. വലിയൊരു ചങ്ങലയിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് നമ്മൾ. തിളങ്ങുന്ന കണ്ണുകൾ, വെളുത്തു കൊഴുത്ത കൈ, പച്ച ജെയ്ഡ് പതിച്ച സ്വർണ്ണമാതിരമണിഞ്ഞ വിരൽ. എൻ്റെ ബന്ധുക്കളെയൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ ചീനത്തിയാണെങ്കിലും എനിക്ക് ചീനരെ വിശ്വാസമില്ല. തരം കിട്ടിയാൽ ചതിക്കും. അദ്ദേഹത്തിന് പറ്റിയതറിയാമല്ലോ. അദ്ദേഹം ലക്ഷപ്രഭു. ചീലാന്തിയിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന കള്ളൻ. വിശ്വസിച്ചവർ ചതിച്ചു. പൊളിയും മുമ്പ് സീമോയ്ക്ക് കിട്ടിയത് ഒരു ടിൻ മൈൻ, ഒരു പലവക കച്ചവടത്തിൻ്റെ പകുതി. 4ാമത്തെ ഭാര്യയ്ക്ക് അത്രയും കിട്ടിയത് ഭാഗ്യം. പുതിയ ബിസിനസ് തുടങ്ങണം. എന്ത് ബിസിനസ്? ചീന മരുന്നുകൾ ഇറക്കുമതി ചെയ്യുക. ഹോങ്കോങ്ങിലും ഷാങ്ഹായിലും ആൾക്കാരുണ്ട്. ഇത്തിരി പ്രയത്നിച്ചാൽ നല്ല ആദായം കിട്ടും. എൻ്റെ കൂടെ വർക്കിംഗ് പാർട്ട്ണറായി ചേരൂ. മൂലധനം ഞാൻ ഇറക്കാം. പാർട്ട്ണർ ബിസിനസ്സിൽ നിന്നും ജീവിതത്തിലേക്ക്. കൊഴുത്തു വെളുത്ത സീമോയ്. അസ്വസ്ഥത. വിശാലാക്ഷിയുടെ സ്ഥാനത്ത്. അല്ല, ആരുടെയും സ്ഥാനമല്ല, ഒഴിഞ്ഞ സ്ഥാനം. അവിടെ സ്വീമോയ്. ഇത്ര ലാഭമുള്ളതാണോ മരുന്ന് കച്ചവടം? അവൾ പുഞ്ചിരി തൂകുന്നു. വരൂ. ഷോപ്പിൻ്റെ പിറകിലേക്ക്, നിലവറയിലേക്ക്.
മരുന്ന് കുപ്പികൾ, ടിന്നുകൾ, പെട്ടികൾ അട്ടികൾക്കിടയിലൂടെ നുഴഞ്ഞ് ഏറ്റവും പിറകിലെത്തുന്നു. നിലത്ത് വിരിച്ച ഓലപ്പായ പൊക്കുന്നു. തറയിൽ കുഴിച്ചിട്ട സേഫ് തുറക്കുന്നു. 3 ടിന്നുകൾ ഒരെണ്ണമെടുത്ത് മൂടി തുറക്കുന്നു. കയ്യിൽ കൊട്ടുന്നു. വെളുത്ത സ്വർണ്ണ താമര ഇതളുപോലെയുള്ള കൈപ്പടത്തിൽ സ്വല്പം മണത്തു നോക്കൂ. പിടിക്കാത്ത മണം. അവൾ ചിരിക്കുന്നു. ഒരു പുക അകത്ത് ചെന്നാൽ പരിഭ്രമിക്കണ്ട, പേടിക്കാനൊന്നുമില്ല. 1-2 പുക വലിക്കുന്നത് നല്ലതാണ്. പരീക്ഷിച്ച് നോക്കുന്നത് കൊണ്ട് അപകടമില്ല. പതിവാക്കാൻ മതി. വേണ്ട സ്വീമോയ്, എൻ്റെ ഓമനയല്ലേ. എനിക്കാവാമെങ്കിൽ ഒരിക്കൽ മാത്രം പരീക്ഷിച്ച് നോക്കൂ. നല്ല ഓജസ്സും ചുറുചുറുക്കും തോന്നും. ചുമന്ന അരക്ക് ചായം പൂശിയ കസേരയിൽ കൊമ്പൻ മീശയുള്ള വെള്ളക്കാരൻ പുകവലിച്ച് മയങ്ങി വെട്ടിച്ചിരി ചിരിച്ച് കുഴഞ്ഞു ചാരിയിരിക്കുന്നു. സീമോയ് പുഞ്ചിരി തൂകുന്നു. അതൊക്കെ സീമോയ്ക്ക് വിട്ടുതരൂ. ആര് പിടിക്കാനാണ്? പിടിക്കേണ്ടവർ എൻ്റെ പിടിയിൽ. സർക്കാരിൽ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ. പണത്തിൽ, പുകയിൽ, വേണ്ടി വന്നാൽ പെണ്ണിൽ. എന്തെങ്കിലും കുഴപ്പം നേരിട്ടാൽ അസിസ്റ്റന്റ് കമ്മീഷണർ മിസ്റ്റർ ടൈലർ പ്ലീസ്. സോറി, അദ്ദേഹം സ്ഥലത്തില്ല. എന്ന് തിരിച്ചു വരും? അവധിയിലാണ്. 3 ആഴ്ച പിടിക്കും. ഓഹോ, ഇനിയോ? പരിഭ്രമിക്കാതിരിക്കൂ, ഞാൻ വേറെ നോക്കട്ടെ. ടെലിഫോൺ എടുക്കുന്നു, സംസാരിക്കുന്നു, വെക്കുന്നു, പിന്നെയും എടുക്കുന്നു. ഇങ്ങനെ വരുമോ? അവൾ പിറുപിറുക്കുന്നു. ഈ അവസരം നോക്കി പരിചയമുള്ളവരെല്ലാം സ്ഥലം വിട്ടിരിക്കുന്നു. കെണി വെച്ചതായിരിക്കും. ഒറ്റുകാർ. എങ്കിൽ പരിഭ്രമിക്കാതിരിക്കൂ. സ്വീമോയെ വിശ്വസിക്കൂ. വഴിയുണ്ടാക്കാം. ഈ കച്ചവടത്തിൽ നാം ഒറ്റയ്ക്കല്ല. അവൾ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, ധൈര്യപ്പെടാനും. പക്ഷേ കമ്പി കയ്യിൽ ചുരുട്ടിക്കൂട്ടുന്നത് പരിഭ്രമത്തോടെയാണ്. വിരലുകൾ വിറയ്ക്കുന്നുണ്ട്. എന്നിട്ടും മന്ത്രം പോലെ ഉരുവിടുന്നു. നാം ഒറ്റയ്ക്കല്ല. ഇതൊരു വലിയ സംഘടനയാണ്. അതിലെ ചെറിയൊരു കൊളുത്ത് മാത്രമാണ് നാം. വലിയൊരു വല. അതെ, ഇരുട്ടിൻ്റെ വലിയൊരു വല. ഷാങ്ഹായിൽ നിന്ന് റങ്കൂൺ വിരിച്ച വല. എത്രായിരം കണ്ണികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. എത്ര ലക്ഷം ജീവികളാണ്. കണ്ണൊന്തിയ, കവിളൊട്ടിയ മഞ്ഞമുഖങ്ങൾ. മുളങ്കുഴിയിൽ നിന്ന് നറുമണമുള്ള പുക. നിറമുള്ള കിനാവുകൾ. വേദനകൾ പുകയായി പോകുന്നു. പൂക്കളായി വിരിയുന്നു. സ്വപ്നം, നിർവൃതി, ആനന്ദം. ഒരിക്കൽ പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. വേണ്ട, ഒരിക്കൽ, അവൾ പറയുന്നു. എനിക്ക് വേണ്ടി ഒരിക്കൽ. ചേർന്ന് മുട്ടിയിരിക്കുന്നു. പുകയുന്ന കുഴൽ ചുണ്ടത്തോടടുപ്പിക്കുന്നു. പുകയ്ക്ക് അസഖ്യമായ കുത്ത്. അതിതീക്ഷ്ണം. ശ്വാസം മുട്ടുന്നു. ഭയം തോന്നുന്നു. സ്വീമോയ്, എനിക്ക് സമാധാനമില്ല. കപ്പൽ 2 ദിവസത്തിനകം പെനാങ്കിലെത്തും. കമ്പിയിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ പേടിക്കാതിരിക്കൂ. വഴി നോക്കിയിട്ടുണ്ട്. ലീ വരുമ്പോൾ അറിയാം. ലീയെ കൊണ്ട് എന്ത് കഴിയും? അത് ഇന്ന് രാത്രി അറിയാം. അതുവരെ സമാധാനമായിരിക്കൂ. രാത്രിയുടെ ഇരുണ്ട തിരശീല. ഒച്ചയുണ്ടാക്കാതെ വരൂ എൻ്റെ പിന്നാലെ. എവിടെയാണ്? ഒരു വിവരവുമില്ല. ഇടുങ്ങിയ തെരുവിൻ്റെ പിറകിലെ അതിലുമിടങ്ങിയ ഇടവഴി. ഒച്ചയില്ല, അനക്കമില്ല. നിഴലുകൾ പതിയിരിക്കുന്ന ഇരുട്ട്. പന്നിയുടെയും കോഴിക്കാട്ടത്തിൻ്റെയും ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം. ഭയമാവുന്നു. പേടിക്കണ്ട, സ്വീമോയ് കരം ഗ്രഹിക്കുന്നു. ഇവരൊക്കെ നമ്മുടെ ആൾക്കാരാണ്. ലീ നിൽക്കുന്നു. ഒരു വീടിൻ്റെ പിറകുവശത്തേക്ക് കയറുന്നു. വാതിൽക്കൽ നിൽക്കുന്നവൻ എന്തോ ചോദിക്കുന്നു. അടയാളം കാണിക്കുന്നു. ശരി, അകത്തേക്ക്. ഇരുണ്ട ഇടനാഴികൾ, ഇടുങ്ങിയ കോണിപ്പടികൾ, പൊടി, മാറാല, ദുർഗന്ധം. പെട്ടെന്ന് വിശാലമായ മുറി. മുറിയിൽ പൂജാരിയോ? ചക്രവർത്തിയോ? നാടകത്തിൽ നിന്നിറങ്ങി വന്നതോ? സിംഹാസനം പോലൊരു കസേരയിലിരിക്കുന്നു. തലയിൽ ചുവന്ന കെട്ട്, അയഞ്ഞ ചുവന്ന പാതിരി കുപ്പായം, നിറയെ സ്വർണ്ണപ്പുള്ളികൾ, ചിത്രങ്ങൾ. വിളക്കത്ത് തിളങ്ങുന്നു. ഇടത്തെ മുഷ്ടി ചുരുട്ടി നെഞ്ചത്ത് വെച്ചിരിക്കുന്നു. പാമ്പുവിരലും ചെറുവിരലും മാത്രം നിവർത്തിയിട്ടുണ്ട്. കഥകളി മുദ്ര പോലെ. അപ്പുനായർ കാണിക്കും. ചിലതൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. വലിയ ഭ്രാന്തനായിരുന്നു. കൊട്ടാനും പാടാനുമൊക്കെ. ഓട്ടം തുള്ളലുകാരനാവാനായിരുന്നു മോഹം അത്രേ. സൊള്ളുന്നതിനിടയിൽ പാടും. കൈയും കലാശവും കാണിക്കും. മാമാ വെങ്കടൻ എന്ന് കളിയാക്കും വിശാലാക്ഷി. ആരാണാവോ ഈ പട്ടര്? ചിലപ്പോൾ ശാസിക്കും. കുറച്ചു നേരമെങ്കിലും അനങ്ങാതിരുന്നുകൂടെ? ശാസനയാണെന്ന് പറഞ്ഞുകൂടാ. ശാസിക്കുക പതിവില്ല. എന്നാലും കാര്യമായി എന്തെങ്കിലും പറയുമ്പോൾ വിശാലാക്ഷിയുടെ സ്വരത്തിലൊരു ദൃഢതയുണ്ട്. തട്ടിക്കളയാൻ അധൈര്യം തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന്.
എന്നിട്ടും തട്ടിക്കളഞ്ഞു. അവൾ പറഞ്ഞതാണ്, നേർവഴിക്കുണ്ടാക്കുന്നത് മതി, അല്ലെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടും. ഒരിക്കലും ഉപദേശിക്കാറില്ല. നേരിട്ട് കാണുക തന്നെ ചുരുക്കം. ഒഴിഞ്ഞു മാറി ഒരിടത്തിരുന്ന് പൂജയും പ്രാർത്ഥനയുമാണ് സദ. ഉപദ്രവിക്കാറില്ല, ഉപദ്രവിക്കാൻ ചെല്ലാറുമില്ല. സ്വീമോയുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തെക്കുറിച്ച് എങ്ങനെയാണാവോ അറിഞ്ഞത്? അവൾ പറഞ്ഞത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിട്ടു. ഇപ്പോൾ തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നു. വൈകിപ്പോയി, വളരെ വൈകിപ്പോയി. അന്ന് അവളുടെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു. നേർവഴിക്കുണ്ടാക്കിയതായിരുന്നുവെങ്കിൽ വയസ്സുകാലത്ത് ഈ അസ്വസ്ഥത കൂടാതെ കഴിയുമായിരുന്നു. അന്നത് തോന്നിയില്ല. സമ്പാദിക്കണം, ഇനിയും സമ്പാദിക്കണം എന്ന ഒറ്റ വായുവായിരുന്നു. എങ്ങനെ സമ്പാദിച്ചാലും അസ്തു. ശങ്കയും ഭയവും തുടക്കത്തിൽ മാത്രം. നനഞ്ഞാൽ പിന്നെ എന്തു കുളിര്? പണമങ്ങനെ വന്ന് കുമിയുമ്പോൾ ബാക്കിയൊക്കെ നിസ്സാരം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല. സെയ്ഫിൽ അട്ടിയിട്ട നോട്ടിൻ കെട്ടുകൾ എണ്ണുന്നു. 1, 2, 3, 300, 50-ൻ്റെ 1, 10-ൻ്റെ 1, 350, 360. സ്വീമോയി അതീവ ബഹുമാനത്തോടെ നീട്ടുന്നു. സിംഹാസനത്തിലിരിക്കുന്ന വേഷക്കാരൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. ലീ പണം സ്വീകരിച്ചു ബഹുമാന പുരസ്സരം മേശപ്പുറത്തെ തളികയിൽ വയ്ക്കുന്നു. ചുവന്ന അരക്ക് പൂശിയ മേശ. വേഷക്കാരൻ എന്തോ പറയുന്നു. ചീന ഭാഷയിലാണ്. മൂക്കിന് താഴെ വിലങ്ങനെ കറുത്ത തുണിയിട്ട് മൂടിയിരിക്കുന്നു. തന്മൂലം ഒച്ച വ്യക്തമല്ല. സ്വീമോയി ശരിയെന്ന് തലകുനിക്കുന്നു. വേഷക്കാരൻ സിംഹാസനത്തിൽ നിന്നിറങ്ങുന്നു. ഒരു കാലിൽ നല്ല ഒന്നാന്തരം ഷൂസ്, മറ്റേതിൽ ഓലച്ചെരുപ്പ്, പല വർണ്ണത്തിലുള്ള സോക്സ്. കാലുറ മുട്ടിന് മീതെ ചുരുട്ടിക്കയറ്റിയിരിക്കുന്നു. ഇനി പോകാം എന്ന ആംഗ്യം കാണിക്കുന്നു. ലീ പുറത്തേക്ക്, ഇരുട്ടിലേക്ക് വഴി കാണിക്കുന്നു. ശ്വാസം നേരെ വീഴുന്നു. 360 മുൻകൂർ. കാര്യം നടത്താൻ 1080. വേറെ ചരക്കിൽ പകുതി. നഷ്ടമില്ല, സ്വീമോയ് പറയുന്നു. കമ്മീഷണർ ടെയ്ലർ വിചാരിച്ചാലും നടക്കുകയില്ല. അത്ര മുകളിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ആങ്സായ് സംഘത്തിന് സാധിക്കാത്തതൊന്നുമില്ല. ആശങ്ക ബാക്കി നിന്നു. പക്ഷേ അസ്ഥാനത്തായിരുന്നു. പെനാങ് കടപ്പുറത്ത് എവിടെയോ ഒരു ശവം പൊങ്ങി. ചരക്കിൽ പകുതി പുതിയ കലവറയിലും. 1080 മടികൂടാതെ എണ്ണിക്കൊടുത്തു. മൊത്തം നോക്കിയാൽ നഷ്ടമില്ല. നഷ്ടം ഒന്നു മാത്രം, ഉറക്കം. കണ്ണടച്ചാൽ കാണുന്നത് ശവമാണ്. കരയ്ക്കടിഞ്ഞു കിടക്കുന്ന വീർത്ത ശവം, അല്ലെങ്കിൽ ചുവന്ന വേഷമിട്ട് സിംഹാസനത്തിലിരിക്കുന്ന മഞ്ഞ ശവം. മുറിയുടെ മൂലയ്ക്കൽ കുന്നുകൂട്ടിയ ആയുധങ്ങൾ, കത്തികൾ, കുന്തങ്ങൾ, വെട്ടുകത്തികൾ. ചുവരിലെ ആരാധനാവേദി, ചുവന്ന മരക്കൂട്, ചുവന്ന കുറിയിട്ട് വിധാനിച്ച ചുവന്ന മരക്കൂട്, സ്വർണ്ണവർണ്ണത്തിലുള്ള ലിപികൾ, പുകയുന്ന ചന്ദനത്തിരി, കണ്ണാടി, ഓലച്ചെരുപ്പ്, മുഴുക്കോല്, തുലാസ്. മുറിയിലാകെ തിങ്ങി നിൽക്കുന്ന അപരിചിതമായ നാറ്റം. ഒരു സ്വസ്ഥതയുമില്ല. അതാണ് ഞാൻ നിർബന്ധിക്കുന്നത്. ഒന്ന് വലിച്ചു നോക്കൂ, തികഞ്ഞ ശാന്തത കിട്ടും. ഒന്നാന്തര സാധനമാണ്, ഒട്ടും മായം ചേർക്കാത്തത്. ഒശത്തി ഇതാ. കുഴൽ ചുണ്ടത്ത് വലിക്കുന്നു, ദീർഘമായി വലിക്കുന്നു. ഇടം ചൂടുള്ള പുക തൊണ്ടയിലൂടെ കീഴോട്ട് വയറ്റിലെവിടെയോ ചെന്ന് കത്തുന്നു. ഛർദ്ദിക്കാൻ വരുന്നു. പതുക്കെ പതുക്കെ വീണ്ടും ഇറങ്ങിപ്പോകുന്നു. ഇപ്പോഴൊരു രസമുണ്ട്, സുഖമുണ്ട്. അതെ, ഒരാശ്വാസം. വലിഞ്ഞു മുറുകിയ കെട്ടുകൾ അയയുന്നത് പോലെ. കൈയും കാലും തളരുന്നു. തളർച്ചയല്ല, സുഖകരമായൊരാലസ്യം. കെട്ടുപിണഞ്ഞ ഞരമ്പുകളൊക്കെ നിവരുന്നു. കണ്ടോ മുഖത്ത് പ്രസാദം വന്നത്? അവൾ പറയുന്നു. ഇടയ്ക്കൊക്കെ ആവാം, പതിവാക്കാഞ്ഞാൽ മതി. പതിവാക്കിയാൽ അടിമയാവും. അത് വേണ്ട. അവൾ എന്തൊക്കെയാണാവോ പറയുന്നത്? വ്യക്തമല്ല. അവളെ ശരിക്ക് കാണാനില്ല. വെളുത്ത ഒരു പടലം. കണ്ണുകൾ അടയുന്നു. പണിപ്പെട്ടുയർത്തിയ കൺപോള സ്പ്രിംഗ് പൊട്ടിയതുപോലെ അടയുന്നു. അവളെവിടെ? ചൂട് മാത്രം അനുഭവപ്പെടുന്നുണ്ട്. ഉടലിലാകെ ഇളം ചൂടുള്ള കുഴമ്പ് പുരട്ടുന്ന സുഖം. കിളിത്തൂവലിൽ മുക്കിപ്പുരട്ടുകയാണ്. ഈ കിളി പുറത്തല്ല, അകത്ത്. കണ്ണുകളുടെ മുൻപിൽ നിറങ്ങളേയുള്ളൂ. മഴവില്ലുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. പല വർണ്ണങ്ങളിലുള്ള മേഘങ്ങളിൽ പൊന്തിക്കിടക്കുകയാണ്. പെയ്തടങ്ങുന്ന മേഘങ്ങൾ. കടൽ, കറുത്ത കടൽ, നിറയെ താമരപ്പൂക്കൾ. അല്ല, വെലിഞ്ഞ ചുളിഞ്ഞ കവിളല്ലുന്തിയ മഞ്ഞ മുഖങ്ങൾ. പ്രേതങ്ങൾ പോലെ. മനസ്സുരുവിടുകയാണോ? പ്രേതങ്ങൾ പോലെ. ഭയം തോന്നുന്നില്ല, ദുഃഖമാണ്. കരയണമെന്നൊരു തോന്നൽ. കരയാൻ പറ്റുന്നില്ല. കണ്ണ് വരണ്ടിരിക്കുന്നു. ഞാൻ മരിച്ചുവോ? ഉവ്വെന്ന് ശക്തിയായി തോന്നുന്നു. ചലനം നിശേഷം നിലച്ചിരിക്കുന്നു. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. ഇരുട്ട്.
കഴുകൻ്റെ ചിറകിനടിയിലെ ഇരുട്ട്. പെട്ടെന്നുണരുന്നു. മുറിയിലാകെ വെളിച്ചം. മഴയിൽ കഴുകിയെടുത്ത നിലാവ് പോലെ മനോഹരമായ വെളിച്ചം. ചന്ദനച്ചാറ് തളിച്ച മുല്ലമാലകൾ വിടരുമ്പോഴുള്ള സൗരഭ്യം. ശ്വസിച്ചിട്ട് മതി വരുന്നില്ല. ജനാലകളിൽ നനുത്ത പട്ടു തിരശ്ശീലകൾ. അവ ഇളം കാറ്റിൽ പാറിക്കളിക്കുന്നു. മൂടൽ മഞ്ഞ് സൃഷ്ടിക്കുന്നു. കിടന്ന കിടപ്പിൽ തിരിഞ്ഞു നോക്കുന്നു. ആരോ അടുത്ത് കിടപ്പുണ്ട്. ആരാ? സൂക്ഷിച്ചു നോക്കാൻ ധൈര്യം വരുന്നില്ല. നോക്കിയാൽ ആവിയായി പോയാലോ എന്നൊരു ഭയം. എന്നാലും നോക്കുന്നു. ശ്രീമോയിയാണ്. അനക്കമില്ലാതെ പരമശാന്തിയായി കിടന്നുറങ്ങുന്നു. തലോടണമെന്ന് തോന്നി. കൈ കുഴയുന്നു. സുഖമുള്ള കുഴച്ചിൽ. തോളത്ത് കൈവെക്കുന്നു. വെണ്ണക്കല്ല് പോലെ തണുത്ത തോള്. തണുത്ത ശ്വാസോച്ഛ്വാസം. അതാരാ? കട്ടിലിൻ്റെ ഒക്കത്ത് മറ്റാരോ ഇരിക്കുന്നു. ആരാണത്? ആണോ പെണ്ണോ? ആണാണ്. അതെ, ആണാണ്. അയാൾ കുനിഞ്ഞു സീമോയെ നോക്കുന്നു. കട്ടിലിളകുന്നു. ചീനക്ഷേത്രത്തിലെ ശ്രീകോവിൽ പോലെയുള്ള കട്ടിൽ. കരിവീട്ടി. ചുവന്ന അരക്ക് പൂശിയത്. സ്വർണ്ണച്ചായ മോടി പിടിപ്പിച്ചത്. നിലാവ് പോലുള്ള വെളിച്ചം ആ മനുഷ്യൻ്റെ മുഖത്ത് വീഴുന്നു. എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. കണ്ണീരൊലിപ്പിക്കുന്നുണ്ട്. പാവം മനുഷ്യൻ. ആരാണെന്നറിയുമെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാമായിരുന്നു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുന്നു. ആളെ ഞാൻ അറിയുമല്ലോ. വേലുണ്ണിയല്ലേ? മണൽക്കുന്നിലെ വേലുണ്ണി. അതെ, വേലുണ്ണിയാണ്. അപ്പോൾ ഞാൻ ഞെട്ടിവിറയ്ക്കുന്നു. കൈയും കാലും പിടയ്ക്കുന്നു. ഒരുവിധം നിയന്ത്രിച്ച് സ്വീമോയെ നോക്കുന്നു. സ്വീമോയെ അല്ല, തുറിച്ചു നോക്കുന്ന ഏതോ അപരിചിതൻ. ചത്തുവീർത്ത ശവം. അയ്യോ കൊച്ചച്ച! ആരോ അകലെ നിന്ന് വിളിക്കുന്നുണ്ടോ? കൊച്ചച്ച, കൊച്ചച്ച! പതുക്കെ കണ്ണു തുറന്നു. പരിചയമുള്ള ഒരു മുഖം. മനസ്സിലായില്ല. ആരോ. സ്വന്തം മുഖം തന്നെയാണോ? കൈയും കാലും വിറച്ചുകൊണ്ടേയിരിക്കുന്നു. നെഞ്ചു വല്ലാതെ തുടിക്കുന്നു. എന്താ കൊച്ചിച്ച? ആരാ? ഭദ്ര. അല്ലാതാരാ? ഭദ്ര. കണ്ട് 2-3 വട്ടം അടച്ചു തുറന്നു. ഓ, നീയോ? ഞാൻ ആരാന്ന് വിചാരിച്ചു. ഭദ്രയെ തന്നെ മിഴിച്ചു നോക്ക്. ഇവിടെ എങ്ങനെ എത്തി? കണ്ണുകൾ പതുക്കെ മുറുക്കി ചുറ്റും ഓട്ടിച്ചു. നിലാവെളിച്ചമില്ല. നനുത്ത തിരശീലകളില്ല. കിടക്കയിലടുത്ത് തപ്പി നോക്കി. ഇല്ല, ആരുമില്ല. കൊച്ചച്ചൻ ദുസ്വപ്നം വല്ലതും കണ്ടുവോ? എന്തോ സ്വപ്നം കണ്ടു തോന്നുന്നുണ്ട്. നാക്കുകൊണ്ട് ചുണ്ടു നനച്ചു. ആലോചിച്ച് കിടന്നൊന്ന് മയങ്ങി. പാലും മരുന്നും തരട്ടെ? നേരെ എന്തായി? 9:30 നീ ഊണ് കഴിച്ചോ? ഇല്ല. നിന്റെ ഊണൊക്കെ കഴിഞ്ഞിട്ട് മതി. എന്താ ഇനിയും കഴിക്കാത്തത്? ശ്രീചേട്ടൻ്റെ കുളിയൊന്നും ആയിട്ടില്ല. മിസ്റ്റർ ഉണ്ണിയോട് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഉണ്ണി പോയില്ലേ? ഇല്ല, പുറപ്പെട്ട് നിൽക്കാണ്. എന്നാൽ ഒന്ന് വിളിക്ക്. ഇനിയിപ്പോൾ വിളിക്കൊന്നും വേണ്ട. കുറേ സംസാരിച്ചില്ലേ? എത്ര തവണയാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കുക? ഇനിയിപ്പോൾ ഒന്നും വേണ്ട. എന്നാൽ നാളെ വരാൻ പറയും. അത് പറയാം. ഉടനെ പോയി പറയേ, പോണേന് മുമ്പ്. ശരി, പറയാം. പോയി ഊണും കഴിച്ചിട്ട് വാ. എന്നിട്ട് മതി മരുന്ന്. ശരി. കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിന്നിട്ടാണ് ഭദ്ര പോയത്. അവൾ പോയപ്പോൾ തലയ്ക്ക് കൈ കൊടുത്ത് നീണ്ടു നിവർന്ന് മലർന്നു കിടന്നു. ശ്വാസം മുട്ടൽ ഏറെക്കുറെ നീങ്ങി. എങ്കിലും നെഞ്ചി ഇപ്പോഴും വല്ലാതെ ഇടിക്കുന്നതായി തോന്നുന്നു. എന്തോ പേടി സ്വപ്നം കണ്ടു. എന്താണ് കണ്ടത് ഓർമ്മയില്ല. മനസ്സിൽ വേണ്ടാത്തത് ഓരോന്ന് ആലോചിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. ആലോചിക്കില്ല എന്ന് എത്ര വട്ടം ഉറപ്പിച്ചിട്ടുണ്ട്. ഈശ്വര ചിന്തയിൽ മാത്രം മുഴുകുക. രാവും പകലും മനസ്സിനെ നല്ല വിഷയങ്ങൾ വ്യാപരിപ്പിക്കുക. മോഹമുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മുഴുവൻ അങ്ങോട്ട് സാധിക്കുന്നില്ല. ആശാപാശത്തിന്റെ കെട്ട് പാടെ അറുക്കാൻ കഴിയുന്നില്ല. മായാസമുദ്രത്തിൽ തന്നെ മുങ്ങിയും പൊങ്ങിയും വെള്ളം കുടിച്ച് ജീവിക്കുന്നു. ഏത് കാലത്താണാവോ ഇതിൽ നിന്നൊരു മുക്തി? എൻ്റെ ഈശ്വര, ഇത്ര പ്രായമായിട്ടും പിന്നെയും ഒട്ടിപ്പിടിച്ചു നിൽക്കാനുള്ള ഒരു മോഹം. നേടിയതൊക്കെ പാവമാണെന്നറിഞ്ഞിട്ടും കൈവിടാനുള്ള ഒരു മടി. ഉള്ളത് മുഴുവൻ അങ്ങനെ ധർമ്മത്തിന് കൊടുത്ത് വെറും കൈയായി നടക്കുകയാണ് വേണ്ടത്. അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ചെയ്യാൻ മാത്രം തോന്നില്ല. കുട്ടികളോടുള്ള പാശം അല്ല, അവനവനോട് തന്നെയുള്ള പാശം. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ വിശാലാക്ഷി പറഞ്ഞു, എന്നേ കണ്ടത്? എത്ര കാലമായി? 2 കൊല്ലം 3 കൊല്ലം? കോലാലമ്പൂരിൽ പോകുമ്പോൾ ഒന്ന് കയറിക്കാണും. ഇപ്പോൾ പോവാതെയുമായി. ഒന്ന് കാണണമെന്ന് തോന്നുന്നു. അവളെ കാണുന്നത് തന്നെ മനസ്സിനൊരു സമാധാനമാണ്. സപ്തതിക്ക് കൊണ്ടുവരാമെന്ന് ശ്രീധരൻ പറയുന്നു.
ആവോ, വന്നാൽ നന്നായിരുന്നു. അവളുടെ കാല് സ്പർശിക്കുന്നതേ ഈ വീടിന് പുണ്യമാണ്. എന്തൊരു തേജസ്സാണ്, എന്തൊരു അറിവാണ്. കാവ്യവസ്ത്രം ഇല്ലാന്നേ ഉള്ളൂ. സന്യാസിനി എന്ന് പറഞ്ഞാൽ തികഞ്ഞ സന്യാസിനി. ഒന്നിനും ആശയോ താല്പര്യമോ ഇല്ലാതെ ആത്മജ്ഞാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിരക്തിയായി ഭക്തിമാർഗത്തിൽ ചോട് പതറാതെ സഞ്ചരിക്കും. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ അവൾ വായിച്ച് വ്യാഖ്യാനിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. ആത്മജ്ഞാനത്തിന് അധികാരിയാവണമെങ്കിൽ 4 കൂട്ടം വേണം. 4 കൂട്ടം. നിത്യനായും അവ്യയനായുമായിരിക്കുന്ന ആത്മാവിനെയും അനിത്യവും നശ്വരവുമായ പ്രപഞ്ചത്തെയും വേർതിരിച്ചറിയുകയാണ് ആദ്യം. മുഴുവനൊന്നും മനസ്സിലായില്ല, എന്നാലും കേട്ടിരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം. വിശാലാക്ഷി തീർച്ചയായും മഹാഭാഗ്യവതിയാണ്. ചെറുപ്പത്തിലേ തന്നെ ശ്രദ്ധ വേണ്ട വഴിക്ക് തിരിഞ്ഞു. അന്നത് തന്നോടുള്ള ഇഷ്ടക്കേടായിട്ടാണ് താൻ വ്യാഖ്യാനിച്ചത്. അതോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. പക്ഷെ തന്നെയും കുറ്റം പറഞ്ഞുകൂടാ. വാസ്തവം മനസ്സിലാക്കാനുള്ള അറിവും പക്വതയും അന്നുണ്ടായില്ല. 30-31 വയസ്സ്, യൗവനം എടുത്തു പിടിച്ചു നിൽക്കുന്ന കാലം. അന്ന് ഉള്ളിൽ വിചാരിച്ചു, അപ്പുനായരാണ് ഇപ്പോഴും അവളുടെ മനസ്സിൽ. താങ്ങിനും തണലിനും മാത്രം വേണ്ടി തന്നെ സ്വീകരിച്ചതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വഴിപാട് കഴിക്കുന്ന പോലെ. അവൾക്കും ചെറുപ്പമല്ലേ, 3 കുട്ടികളുടെ അമ്മയാണ്, ശരി തന്നെ. പക്ഷെ വയസ്സ് 25 ആയിട്ടുള്ളൂ. ആ പ്രായത്തിൽ ആഗ്രഹങ്ങൾ കെടില്ല. ആഗ്രഹമില്ലാത്തവളാണെങ്കിൽ 2-3 കുട്ടികൾ. സംഗതി അതൊന്നുമല്ല. അവൾക്ക് തന്നെ വേണ്ട. അപ്പുനായരാണ് മനസ്സ് നിറയെ. വേറെ ഗതിയില്ലാത്തത് കൊണ്ട് മാത്രം തന്നെ സഹിക്കുകയാണ്. സ്നേഹം ഇല്ലായിരിക്കും. ചോദിക്കുന്നു, എന്നെ ശരിക്കും സ്നേഹമുണ്ടോ? ഇല്ലാതെ എന്താ ഇങ്ങനെ ചോദിക്കണത്? അങ്ങനെ തോന്നലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, വെറുതെ ചോദിച്ചു എന്ന് മാത്രം. അവൾ തുടർന്നൊന്നും പറയുന്നില്ല. ചെരിഞ്ഞു കിടന്നു, മാറോട് അണയ്ക്കുന്നു, ചേർന്ന് കിടക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. പക്ഷേ അടുപ്പവും ഊഷ്മളതയും തോന്നുന്നില്ല. തന്നിൽ ഒരു ഉണർവുണ്ടാവുന്നില്ല. അവൾ ചടങ്ങൊപ്പിക്കുകയാണ്, ആർക്കാനും വേണ്ടി ഓക്കാനിക്കുകയാണ്. അവളൊരു ചലിക്കുന്ന മാർബിൾ പ്രതിമ മാത്രമാണെന്ന തോന്നലാണ് ഉളവാക്കുന്നത്. സ്നേഹിക്കുന്നുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ പാടുപെടുകയല്ലേ. വഴിപാടായിരുന്നത് വഴിപാടായി മാത്രമേ കാണാനും സ്വീകരിക്കാനും കഴിയുന്നുള്ളൂ. തന്നെ സംതൃപ്തിപ്പെടുത്തിയെന്ന ധാരണയോടെ അവൾ മയങ്ങിക്കിടക്കുമ്പോൾ ഉള്ളിലാകെ ഒരു പുകച്ചിലായിരുന്നു. ഇനിയും എത്ര നാൾ സഹിക്കാം വാഴപ്പിണ്ടി കെട്ടിപ്പുണരുന്ന ഏർപ്പാട്? മാസങ്ങളല്ല, കൊല്ലങ്ങൾ തന്നെയായി. ഒരു വ്യത്യാസവുമില്ല. ആദ്യ രാത്രിയിലെ പോലെ തന്നെ. അന്ന് വിചാരിച്ചു ദുഃഖത്തിൽ നിന്ന് വിമുക്തി നേടുന്നതേ ഉള്ളൂ എന്ന്. ക്രമേണ ചൂട് പിടിക്കുമെന്നും. അങ്ങനെ കരുതേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. 1 കൊല്ലം കാത്തിരുന്നു. പ്രസവവും കുഞ്ഞിൻ്റെ ചോറൂണുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതും അവൾ തന്നെ ക്ഷണിച്ചിട്ട്. എത്ര കൊതിയോടെയാണ്, ഉത്കണ്ഠയോടെയാണ് കാത്തിരുന്നത്. എല്ലാ ആശകളും പ്രതീക്ഷകളും ഹൃദയത്തിൽ അടക്കിപ്പിടിച്ചു. പുറത്തെ കയറ്റുകട്ടിലിൽ കിനാവും കണ്ട് കിടന്നു. ഇന്ന് വിളിക്കും, നാളെ വിളിക്കും, വിളിച്ചിട്ടേ ചെല്ലൂ. വിളിച്ചപ്പോൾ ചെന്നു. ദാഹിച്ചു പൊരിഞ്ഞവൻ ഇളനീരെടുത്ത് മോന്തുന്ന ആർത്തിയോടെ സമീപിച്ചു. തൊണ്ട തണുത്തുവെന്ന് തോന്നി. പക്ഷെ ഒറ്റ തുള്ളിയും അന്നനാളത്തിലേക്ക് ഇറങ്ങിയിരുന്നില്ല. നാക്കത്ത് വീണിരുന്നതുപോലുമില്ല. അമൃതില്ലാഞ്ഞിട്ടല്ല, ചുരുത്തുന്നില്ല. ഇച്ഛാഭംഗം തോന്നി. ഒപ്പം സമാധാനിക്കുകയും ചെയ്തു. ചുരത്തും, വഴിയേ ചുരത്തും, പതുക്കെ. പക്ഷേ ചുരന്നില്ല, ഒരിക്കലും ചുരന്നില്ല. ഉറക്കം വരാത്ത രാത്രികളിൽ അവളുടെ സമീപത്തങ്ങനെ കിടന്ന് അസ്വസ്ഥത കൊള്ളുമ്പോൾ തീരുമാനിക്കും, പുലരട്ടെ, 2-1 തീരുമാനിക്കണം. ഇനി ഇത് തുടർന്നുകൂടാ. പക്ഷേ പുലർച്ചെ അവളുടെ കുളിച്ച് ചന്ദനം തൊട്ട് ചിരിച്ച മുഖം കാണുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല. ചിരി തികച്ചും പ്രസന്നമായ ചിരിയല്ല. മുഖത്ത് ദുഃഖത്തിൻ്റെ മെഴുകിട്ട തിളക്കമാണെന്ന് വരെ തോന്നും ചിലപ്പോൾ. എങ്കിലും അതിലെന്തോ ഒരത്ഭുത ശക്തി കുടികൊണ്ടിരുന്നു. തന്നെ അധീരനാക്കുന്ന എന്തോ ഒന്ന്. അധീരനായി, നിസ്സഹായനായി താനെങ്ങനെ നോക്കി നിൽക്കെ അവൾ തന്നിൽ നിന്ന് ഉയരുകയായിരുന്നു. അകലുകയല്ല, ഉയരുക. തന്നിൽ നിന്ന് പിൻവാങ്ങിയത് പുതിയ മേഖലകളിലേക്ക് പറന്നുയരാൻ വേണ്ടി മാത്രമായിരുന്നു. കിടപ്പറയിൽ നിന്ന് പൂജാമുറിയിലേക്കുള്ള ദൂരം ഒരു ഇടനാഴിയുടേത് മാത്രമായിരുന്നുവെങ്കിലും രണ്ടും തമ്മിലുള്ള വിടവ് സപ്തസമുദ്രങ്ങളുടെയായിരുന്നു. അന്ന് അതൊന്നും മനസ്സിലായില്ല. ഉള്ളിൽ പരിഭവവും അസഹിഷ്ണുതയും വെറുപ്പും വിങ്ങി നിൽക്കുകയായിരുന്നു. എത്രയോ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അവളുടെ ജീവിതത്തിലുണ്ടായ ഭൂചലനം പുതിയ മടകളോടൊപ്പം
പുതിയ ഉറവുകളെയും സൃഷ്ടിച്ചിരുന്നുവെന്ന്. വിടവുകൾ നികത്താൻ ശ്രമിച്ച താൻ ഉറവകൾ ശ്രദ്ധിച്ചിരുന്നില്ല. ദുഃഖത്തിൻ്റെ കൊഴുകൊണ്ട അവളുടെ ഹൃദയത്തിൽ മുളപൊട്ടിയത് ഭോഗത്തിൻ്റെ പാഴ്ക്കൂമ്പായിരുന്നില്ല, ഭക്തിയുടെ കറുകനാമ്പായിരുന്നു. കുറുകത്തുമ്പത്ത് കുറുങ്കഴമ കതിരിടുമെന്ന് കരുതിയ താൻ എന്തൊരു വിഡ്ഢിയായിരുന്നു. വാസ്തവം ധരിക്കാതെ അവളെ ശപിച്ച താൻ എന്തൊരു അല്പനായിരുന്നു. നെടുവീർപ്പിട്ടു. ഇന്നതെല്ലാം ഓർക്കുമ്പോൾ നാണം തോന്നുന്നു. അതിലേറെ നാണം തോന്നുന്നു ഇത്രയും പ്രായമായിട്ടും അവളെപ്പോലെ നല്ല വഴിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ. എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞ് ഈശ്വരചിന്തയിൽ മാത്രം മനസ്സൂന്നി വിരക്തനായി കാലം കഴിക്കണമെന്ന ആഗ്രഹമില്ലായകയല്ല. പക്ഷേ എന്തുകൊണ്ടോ താൻ ഇന്നും ഭൂതത്തെപ്പോലെ നിധി കാക്കുന്നു. ഓസ്യത്തെഴുതുന്നു, ചോദിച്ചത് കൊടുക്കാതിരിക്കുന്നു, സ്വത്തിലും ധനത്തിലും ശക്തി കണ്ടെത്തുന്നു. മഹാ കഷ്ടം. എത്ര വള ഊരിയാലും വിഷപ്പാമ്പിൻ്റെ വിഷം അവശേഷിക്കുന്നു. എത്രയായാലും മനസ്സിന് ശുദ്ധി വരുന്നില്ല. ദാനം ചെയ്യുന്നുണ്ടെങ്കിലും നിസ്സംഗത്വം പാലിക്കാൻ കഴിയുന്നില്ല. ഔദാര്യം തന്നെ സ്വാർത്ഥ ചിന്തയിൽ നിന്ന് ഉദിക്കുന്നതാണ്. പാപം കഴുകിക്കളഞ്ഞ് ശുദ്ധനാവണമെന്ന ആശയാണ് അതിന് പിന്നിൽ. അങ്ങനെ ദാനം ചെയ്തിട്ട് കാര്യമില്ല. കോപാദി വികാരങ്ങളെയും അടക്കാൻ കഴിയുന്നില്ല. ദൈവിക സമ്പത്ത് നേടാൻ വേണ്ടുന്ന യോഗ്യതകളോ ഗുണങ്ങളോ ഒന്നും തന്നെ തനിക്കില്ല. അതുകൊണ്ട് ആസുരി പ്രകൃതിയായി തുടരുന്നു. ആകെ ചെയ്യാവുന്നത് നാമം ചൊല്ലുകയാണ്, ഈശ്വരനെ ഭജിക്കുക. ഭഗവാൻ പറഞ്ഞതെന്താണ്? യാതൊരു ജനങ്ങൾ എല്ലാ കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട് എന്നെ ശരണം പ്രാപിച്ചവരായി ഏകാന്ത ഭക്തിയോഗം കൊണ്ട് എന്നെ ഉപാസിക്കുന്നുവോ അവരെ, ഹേ അർജുന, സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ വേഗത്തിൽ കരകയറ്റും. തനിക്കും അതൊന്നേ വഴിയുള്ളൂ. ഗുരുവായൂരപ്പൻ തന്നെ വേണം ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ. ആവുന്ന കാലത്ത് ഒന്നുപോയി തൊഴുതില്ല. കുട്ടിക്കാലത്ത് നടന്നുപോയി തൊഴുതിട്ടുള്ളതാണ്. എത്ര പ്രാവശ്യം. അതൊക്കെ മറന്നു പോയിട്ടില്ല, തൊഴുതില്ല. അല്ലെങ്കിൽ എന്തിനവിടെ പോണം? അവിടുന്ന് എല്ലാ ദിക്കിലുമുണ്ടല്ലോ കൃഷ്ണ. കാരുണ്യസിന്ധു, ഭക്തവത്സല, ജനാർദ്ദന, അധികമിട്ട് വലിപ്പിക്കാതെ അങ്ങോട്ട് വിളിക്കണേ. ചുമലിലെ ആലില കൃഷ്ണൻ്റെ നേരെ കണ്ണയച്ചു. വ്യക്തമായി ഒന്നും കാണുന്നില്ലെങ്കിലും മനസ്സിൽ തെളിഞ്ഞു തന്നെ നിൽക്കുന്നു ആ മുഖവും ആ കൃപാകടാക്ഷവും ആ കള്ളച്ചിരിയും. നാരായണ നാരായണ നാരായണ. കൈകൂപ്പി നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ഭക്തിയോടെ നാമജപം തുടർന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേലുണ്ണിക്കുറുപ്പിൻ്റെ ഈ അധ്യായം ഇവിടെ കഴിയുകയാണ്. അടുത്തതുമായി വേഗം വരാം. താങ്ക് യു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. നിങ്ങൾ കേൾക്കുന്നവർക്ക് എന്തു തോന്നുന്നു എന്നെങ്കിലും ഒരു വാക്ക് എഴുതിയിടൂ പ്ലീസ്.